ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു നാട്ടിൻപുറം ഹൽദി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. അതായത് നാടൻ പാട്ടുണ്ട്, പിന്നെ വിഘ്നേശ്വരയുടെ ആങ്കറിങ്ങിൽ തകർത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഫീഷ്യലി ദാസമാമ ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേച്ചിമാരോട് ചായ മടക്കി കൊടുക്കണ്ടായി. നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ ഒരു 3 വട കഴിച്ചു. മൈലാഞ്ചി ഇടാറിയത്തോണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ പിടിക്കാം. ഇതിനേക്കാളും വലിയ കമ്മലുകൾ സ്വപ്നങ്ങളിൽ മാത്രം. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ആനയെ കാണിച്ചിട്ട് പൂച്ചയെ കാണിച്ചിട്ട് ഞാൻ കേശിനെ അങ്ങോട്ട് കയ്യിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വൈബടിച്ചിരിക്കുന്നു. അപ്പോഴേക്കും നാടൻപാട്ടം തുടങ്ങി. ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്ത? അതുകൊണ്ട് ഇപ്രാവശ്യം കുതിരപ്പുറത്തായിരുന്നു സെക്കൻഡ് ഉണ്ട്. കാണികളെ ഒന്നടങ്കം ആവേശത്തിലാക്കാനായിട്ട് നമ്മുടെ നാടൻപാട്ടിന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്യേണ്ടായിരുന്നു നാടൻപാട്ട്. ഒരു ഭാഗത്ത് സ്റ്റേജിൽ തകർത്ത് കളിക്കുന്ന കുട്ടികൾ, ഒരു ഭാഗത്താണെങ്കിൽ കേശുവിനെ കളിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന മ്യാമന്മാരും. എന്ത് ചെയ്താലും കളിക്കില്ലെന്ന് കേശു. അത് കഴിഞ്ഞ് നമ്മുടെ പരങ്ങാട്ടിയുടെ സ്വന്തം കുറച്ച് ഗായികമാരുടെ അടിപൊളി നാടൻപാട്ടൊക്കെ അവിടെ അരങ്ങേറി. പിന്നെ കുറച്ച് ഡാൻസും ഇവിടെ നടന്ന് അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായി ഉഷാറായി പോകും. ഏകദേശം പരിപാടിയൊക്കെ ഒന്ന് വൈൻഡപ്പ് ആയി അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് കേക്ക് മുറിച്ച് പിന്നെ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കലാപരിപാടിയായി. പിന്നെ ഫുഡ് എന്ന കലാപരിപാടിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ധ്യാനവും കുഞ്ഞും കൂടെ സ്റ്റേജിൽ തകർക്കുമ്പോൾ പുറത്തോടെ നമ്മുടെ പനങ്ങാട്ടി ഗൈസ് അവിടെ സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ നിന്ന് തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളും ആരംഭിച്ച് എല്ലാവരും കൂടെ ഡാൻസൊക്കെ പാട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ഹൽദിയോടെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നാട്ടിൻപുറം ഹൽദി.